ഡൽഹിയിലെ തെരുവുകളിൽ ദിവസങ്ങളായി മുഴങ്ങുന്നത് ഒരു സംഘടനയുടെ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെയും തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളുടെയും ചോദ്യമാണ്, ഞങ്ങളുടെ ഭാവി ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ആ ചോദ്യം. ഒരു വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിക്കുന്നു, കുടുംബം സാമ്പത്തികമായി വലിയ നിക്ഷേപം നടത്തുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നെ പരീക്ഷ റദ്ദാക്കുന്നു, ഫലം വൈകുന്നു, നിയമനം നീളുന്നു. ഓരോ തവണയും നഷ്ടമാകുന്നത് ഒരു വർഷമല്ല, ഒരു തലമുറയുടെ ആത്മവിശ്വാസമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടനടി രാജിവെക്കണമെന്ന ശക്തമായ ആവശ്യം തെരുവുകളിൽ മുഴങ്ങുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തേ മതിയാകൂ എന്ന് സമരക്കാർ അടിയുറച്ചു വാദിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുമുള്ള സർക്കാരിന്റെ പതിവ് വാഗ്ദാനങ്ങൾ വിദ്യാർത്ഥികളും യുവാക്കളും ഇനി വിശ്വസിക്കാൻ തയ്യാറല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴികെയല്ലാതെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇനി മറ്റു വഴികളൊന്നുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ജനവികാരത്തെ മാനിക്കാതെയും ഉചിതമായ നടപടികൾ എടുക്കാതെയും ഈ മന്ത്രിസഭ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പ്രക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി എന്ന ഒറ്റ ആവശ്യത്തിലേക്ക് വഴിമാറും. മോദിയുടെ രാജ്യം ഇന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ ഉയർന്നു വന്ന സംഭവ വികാസങ്ങൾ ഈ മാറിയ ജനവികാരത്തിന് തെളിവാണ്. സമരത്തിനിടയിൽ തന്നെ ഫലമായി വലിച്ചഴിച്ചു കൊണ്ടുപോയ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ പോലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഈ സർക്കാരിനെ താഴെയിറക്കാൻ രഹസ്യമായി ആവശ്യപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. തന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ തന്റെ ചെവിയിൽ ഈ സർക്കാരിനെ പുറത്താക്കൂ എന്ന് പറഞ്ഞതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയുണ്ടായി. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തങ്ങൾ യൂണിഫോം ധരിച്ച മനുഷ്യർ മാത്രമാണെന്നും ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും തന്നോട് പറഞ്ഞതായി അദ്ദേഹം ഓർത്തെടുത്തു. ഹരിയാനയിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും ഇതേ ആഗ്രഹം തന്നെയാണ് തന്നോട് പങ്കുവച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുരക്ഷാ ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും നിരാശ ഒരുപോലെ പുകയുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ജനകീയ പ്രക്ഷോഭങ്ങളെ കേവലം പോലീസ് ബലം കൊണ്ട് അടിച്ചമർത്താമെന്ന മോദി സർക്കാരിന്റെ ധാരണ പൂർണ്ണമായും തെറ്റുകയാണ്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അണപൊട്ടി ഒഴുകുന്ന ഈ രോഷം തടഞ്ഞു നിർത്താൻ ഇനി അധികാരികൾക്ക് സാധിക്കില്ല. രാജ്യത്തെ യുവാക്കളുടെ ഭാവി വെച്ച് പന്താടുന്ന കേന്ദ്ര സർക്കാരിന് അധികാര കസേരകളിൽ തുടരാൻ അർഹതയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഓരോ തെരുവിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഈ പ്രതിഷേധം നയിക്കുന്ന യുവത്വം ലക്ഷ്യം കാണാതെ പിന്തുടരുകയില്ല. അതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് ഉറപ്പിച്ചു പറയാം.